ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിതാ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഫോട്ടോ കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട കേട്ടോ. ഇത് ശരിക്കും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് നമുക്കിന്ന് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കിട്ടിയൊരു വിഷ്വലാണ്. ഇതെടുത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇത് അത്രയും ഭംഗിയുള്ളൊരു വിഷ്വലാണ്. അത് സത്യം പറഞ്ഞാൽ വയനാടിൻ്റെ ഒരു ഭംഗി തന്നെയാണിത്. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് ഇത്രയും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ഇതൊരു തരി മണൽ പോലും ഇല്ലാതെ നമ്മളിന്ന് എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നോക്കണേ. നല്ല കടലയാണ്, പച്ചക്കടലയാണ് ഇത്. പിന്നെ വറുത്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, വറുത്ത കടല കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും ആരും ഇല്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതാ ഒരു ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഉരുളി എടുത്തിട്ട് സാധാരണ നമ്മൾ ഇതിൻ്റെ അകത്ത് മണലല്ലേ ഉപയോഗിക്കുക. മണലിന് പകരം ഞാനിവിടെ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും. ജസ്റ്റ് അല്ല, ആദ്യം അത് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതാ ഉപ്പ് നന്നായിട്ട് ഇളക്കി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഉപ്പ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ കടല ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇടുകയാണ്. അപ്പോൾ നമ്മളെ കടല ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇനി പുറത്തേക്ക് തെറിച്ച് പോകാണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അടി കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് പിന്നെ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പയാണ് എനിക്ക് ഈ ഒരു മെത്തേഡ് ആദ്യമായിട്ട് പഠിപ്പിച്ചതാണ് കേട്ടോ. അന്ന് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ. പിന്നെ ഏതായാലും നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചു. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മറ്റുള്ളവർ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നോർത്തിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഓൾറെഡി കടല വറുക്കാൻ വേണ്ടി നിന്ന സമയത്ത് എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ അറിയാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരം കൂടി ആവുമല്ലോ എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നമ്മളെ കടല ഇവിടെ ആയി വന്നിട്ടുണ്ട്. പക്ഷേ നല്ല രീതിക്ക് ഒന്നും കൂടി ഇത്ര മതിയാവും തോന്നുന്നുണ്ട്. ഞാനിതാ ഒരു ഓട്ടുള്ളൊരു തവി എടുത്തിട്ട് ഇതിനകത്തുനിന്ന് കോരി ഉപ്പൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ പാത്രത്തിലിരിക്കുന്ന മുഴുവൻ കടലയും ഇങ്ങോട്ട് കോരിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കുടഞ്ഞ് ഉപ്പിൻ്റെ അംശങ്ങൾ മുഴുവനും നമ്മളത് ഒഴിവാക്കിയെടുക്കണം. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇത് കഴിക്കുന്ന സമയത്ത് ഒട്ടും ഉപ്പ് കൂടില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടോ, കടല കണ്ടോ, പിന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. ഇങ്ങനത്തെ ഈ കടല കഴിക്കാൻ തന്നെ നല്ലൊരു സ്മെല്ല്. ഈ കടലേൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴല്ല നമ്മൾ പുറത്തുനിന്ന് ഈ കച്ചവടക്കാരെ കയ്യിൽ നോക്കി ഈ സാധനം വാങ്ങി കഴിക്കുക. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. ഭയങ്കര ചൂടുണ്ട് കേട്ടോ, കൈ ചെറുതായിട്ട് പൊള്ളുന്നുണ്ട്. അടുപ്പത്ത് നിന്ന് എടുത്തല്ലേ ഉള്ളൂ. അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നുമില്ല, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഭംഗി എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുക. ഇത് വയനാടാണ്. വയനാട് ഇങ്ങനെയാണ്. ഇത് ഒരു വൈകുന്നേരം ഒരു 7 മണിയായ സമയത്തുള്ളൊരു വിഷ്വലാണ്. ഇതിനകത്ത് യാതൊരു കൃത്രിമത്വവും ഇല്ല. ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു ക്യാമറയിൽ എടുത്തിട്ട് കിട്ടിയൊരു വിഷ്വലാണ്. അത് ഞാൻ അതേപടി ഈ വീഡിയോൻ്റെ കൂടെ ഒരു ഭംഗിക്ക് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.